നമ്മളെ മിറ്റെല്ലാം ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ഡെയിലി അടിച്ചു വരുന്ന പോലെ ഈ ചാക്കയുടെ കുറേ ദിവസമായി പൂച്ചാക്ക് എടുത്ത് മാറ്റാൻ പറ്റും മാറ്റിയിട്ടില്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇന്നിത് മാറ്റിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അങ്ങനെ മടിച്ച് എന്നാ ഇതാ ചെറിയ സാധന പൊന്തു ആവും. അങ്ങനെ ഇതെല്ലാം പൊന്തിക്കണോ, എന്നാലേ കൈക്കും നടുവിനെല്ലാം നല്ല ആരോഗ്യം വരുള്ളൂ. ഒന്നും ചെയ്യേണ്ടെന്ന് ഇതുപോലത്തെ സംഗതി എനിക്ക് പൊന്തിക്കാൻ കഴിയുക. എന്നാ നീ ഇത് പൊന്തിക്കുക കണ്ടിട്ട് ശ്രുതിൻ്റെ കഴിവ് വേണ്ടേ. ഇത് 2 ആഴ്ച അത് ശരിയുള്ള ഏർപ്പാടല്ല. ഞാൻ കാണുന്നുണ്ട്. നീ സ്ഥിരം അടിച്ചു വരുന്നുള്ള എനിക്ക് എടുത്തു വെച്ചൂടെ എന്നാ പിന്നെ. എടേ ഞാൻ അത്ര ശ്രദ്ധിക്കണമെന്നല്ല, എനിക്ക് ഇട്ടത് ഓർമ്മയുണ്ട്. കേട്ടാ ഇതാണ് ഇവളെ സ്വഭാവം. മടിച്ചെന്ന് വെച്ചാൽ ആന മടിച്ചാന്ന് മെല്ലെ ബെലിച്ചിട്ട് അങ്ങനെ കൊണ്ടുവിടും. എന്താ അങ്ങനെ പറ്റൂല, അങ്ങനെ പടി പറ്റൂല. ഇങ്ങനത്തെ 2-3 ചാക്കുണ്ട്. ഞാൻ അതെല്ലാം ആവശ്യത്തിനെടുത്തു. ഇതിനെ ഞാൻ ഒഴിഞ്ഞു പോയി. നീ എടുത്തു വെക്ക്, അത് വേണ്ട. എടേ ഇത് നിനക്ക് നല്ലതിനെ പറ്റില്ല വരുന്നത്, നിന്റെ ആരോഗ്യം നന്നാവും. അങ്ങനെ തന്നെ. അതാ ശ്രുതി എടി മോളെ, നീ ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഇല്ലെങ്കിൽ ഉണ്ടല്ല നടുവെല്ലാം പിന്നെ എന്തല്ല എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്താൽ ഉളുക്കിയിട്ട് കിടക്കേണ്ടി വരും. ഇപ്പം ഈ വെയിറ്റിലെടുത്ത് ശീലിച്ചാൽ നടു ഉളുക്കൽ മുതൽ നടു സ്ട്രോങ് ആവും. ഭാവിയിൽ ഉളുക്കലും ഉണ്ടാവില്ല, കിടത്തലും ഉണ്ടാവില്ല. ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോണ്ടല്ല നടുവെല്ലാം പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ വെയിറ്റ് എടുക്കുമ്പോൾ തന്നെ ഡാമേജ് ആയിട്ട് പിന്നെ കിടപ്പിലേ അറിയാലോ. ഡിസ്കെല്ലാം തെറ്റിയാൽ കുറേ കാലവും ശരിയാവേ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ വെയിറ്റിലെടുത്ത് ശീലിച്ചോ. മോളെടുത്തോ, നിൻ്റെ നല്ല അതിനോട് പറയുന്നത് കാലി നോക്കായിട്ടേ അങ്ങനെ വലിക്കടി. വലി അങ്ങനെ ഇത് നല്ല ശക്തിയുണ്ട് സാധനത്തിന്. മടിച്ചാന്നിത് മടിച്ചിട്ടല്ലേ ആർക്ക് ഞാൻ കാണിച്ചു ചെയ്ത് ഒന്നിക്കണ്ടേ. ഇങ്ങനെ എടുക്കേണ്ട കേസ് ഒറ്റ കൈരം കൊണ്ട് എടുത്താ ഇവിടെ ഇടേണ്ട കേസാണ്. എടി ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം അതിൻ്റെ ശ്രദ്ധയപ്പെട്ടെ പിറ്റത് ഞാൻ ഇട്ടത് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചാ അങ്ങനെ ദിവസം അടിച്ചു വരുമ്പോൾ നീ നോക്കില്ലേ, അടിച്ചു വരുമ്പോൾ ഇവിടെ ഒരു ചാക്ക് കാണുമ്പോൾ അത് മാറ്റിക്കൂടെ? ഇതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അയ്യടാ അമ്മക്ക് പ്രായമുള്ള അമ്മക്കാവും, നീ കാണുന്നില്ല ഇത്. എന്തായാലും നോക്കിയാ മഴയെല്ലാം പോയി. ഇനി ഒരു കാര്യം ചെയ്യും, മിറ്റെല്ലാം നമുക്കൊന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ. സുധി അടിക്കണമല്ലേ? പിന്നെന്താ സംശയം? എടി മണങ്ങിയിട്ട് ആ പൈപ്പിട്ട് അടിക്കുക. ആ പൈപ്പിട്ട് മണങ്ങുമെന്ന് പറഞ്ഞു നേരത്തെ അടിക്കുമല്ല, നിന്റെ ആരോഗ്യം നന്നാവും. പിന്നെന്താ നമ്മളെ മിറ്റത്തിൻ്റെ കോലം നോക്കിയട്ടെ. മഴയെല്ലാം പെയ്ത് പോകുമ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് ഇൻ്റർലോക്ക് കിട്ടാന്നേ. കുറേ ഞാൻ ചെടിയും മണ്ണെല്ലാക്കിയിട്ട് നശിപ്പിച്ച് പിന്നെ മഴ പെയ്തിട്ട് കുറേ നശിച്ചല്ലേ സുധി? എന്തായാലും സാറില്ലപ്പാ, എൻ്റെ മോക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ? എല്ലാം ചെയ്ത് തീർക്ക്. മഴ തീർന്നിട്ടാൻ ബാക്കുന്നല്ലേ നല്ല ക്ലീൻ ചെയ്യുന്നതല്ല അല്ലേ? മൊത്തം ഒന്നുകൂടി പെയിന്റ് അടിക്കാം നമുക്ക്. എന്നാ കുട്ടപ്പനാവല്ലേ? പെയിന്റ് അടിക്കാൻ ഞാൻ വേറെ ആളാ കുസിട്ട്. എന്തായാലും പേടിക്കണ്ട. എന്നാ പിന്നെ ഞാൻ പോട്ടെ മമ്മി, ഷോപ്പ് പോകുന്ന സമയമായി. എന്തുവാ നടുവരെയുണ്ടാ? വിളിക്കിട്ടൊന്നുമില്ലല്ലോ. കൈക്കെല്ലാം നല്ല കരുത്തോണ്ട്. ഇത് നമ്മളെ കയ്യിലാണ് നല്ല ഇങ്ങനെ സ്ട്രോങ് ഇങ്ങനെ സ്ട്രോങ്. അത് കൈക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടി ചുമരിലടിക്കുന്നില്ലേ? കൈ നല്ല സ്ട്രോങ് ആകാൻ വേണ്ടി അടിക്കുന്നില്ലേ? ഇതാ തയമ്പലം കാണുന്നല്ലേ ഒട്ടിന്. അടുത്ത് കാണട്ടെ, ഒന്ന് പിടിച്ചാട്ടെ, കൈ മുറുക്കെ പിടിച്ചാട്ടെ. മാന്തി തോല് പോയി. ഇവരുടെ ആയുധം പല്ലുന്നാകുവാന്ന് യക്ഷി. ചെറുങ്ങനെ പോയിട്ടാ പുകച്ചൽ, നല്ല പുകച്ചൽ. ഒരു കൈക്കാലം നല്ല ഉറപ്പ് വേണ്ടി. പെൺകുട്ടികളെ അങ്ങനല്ലേ വേണ്ടേ? കട്ടക്ക അവിടെ മാന്തി കടിച്ചിന്റെ രക്ഷപ്പെടും. എന്നോട് ആരും കളിക്കാൻ നിൽക്കണ്ട. കയ്യില് നഖം കടിച്ചില്ല, നഖാതല്ല. എന്താ ഇതാണ് എൻ്റെ ആയുധം. ഇതിലുള്ളടത്തോളം കാലം എനിക്ക് ഒരുത്തരും പഠിക്കണ്ട. എടേ ഷോപ്പിൽ നിന്ന് ശാലിനെ വിളിച്ചോണ്ട് ഞാൻ മെല്ലെ പോട്ടെ. അവിടെ ഇന്ന് കുറച്ച് തിരക്കണ്ടല്ലോ, ഓണത്തിൻ്റെ തിരക്കായില്ല. മെല്ലെ വിടേണ്ട ഒരു ഇടല്ലോ മമ്മി. എന്നാൽ പിന്നെ ഓക്കെ.